नमस्कार बच्चों। पिछले क्लास में हमने टूटा पहिया कविता का विश्लेषण किया, उसके आशय के बारे में हमने बातें की और उसके गतिविधियों पर हमने चर्चा की। तो मेरा ख्याल है कि आप लोग इसके नोट्स तैयार किया होगा। कोई शंका या संशय है तो हमसे पूछ लेना चाहिए, तो इसके लिए डरो मत। आज हम अकाल और उसके बाद नामक कविता പഠേ നാഗാർജുൻ की। നമുക്കറിയാം, നമ്മളിപ്പം ഓൺലൈൻ ക്ലാസ്സുകളിലൂടെയാണ് പോകുന്നത് അല്ലേ? ഓൺലൈൻ ക്ലാസ്സുകളുണ്ട്. ഇതെന്തുകൊണ്ടാണ് നമ്മളിങ്ങനെ ഒരു ഓൺലൈൻ ക്ലാസ് എടുക്കേണ്ട സാഹചര്യം വന്നത്? ശരിയാ, നമുക്ക് കൊറോണ വൈറസിൻ്റെ ഭീഷണി മൂലം COVID-19 എന്ന് പറയുന്ന ആ മഹാമാരിയിൽ നിന്നും രക്ഷപ്പെടുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ മഹാമാരിയെ ഒന്ന് തടയുന്നതിന് വേണ്ടിയുള്ള പ്രക്രിയയുടെ ഭാഗമായി വിദ്യാഭ്യാസ വകുപ്പ് നടത്തുന്ന ഒരു ശൈലിയാണ് ഓൺലൈൻ ക്ലാസ്സുകൾ. അതൊക്കെ ശരി. നമുക്കറിയാം, ഇപ്പം നമ്മുടെ ഒരു പ്രദേശത്ത് ഒരു COVID-19 രോഗം പിടിപെട്ട ഒരു വ്യക്തി ഉണ്ടെന്ന് വിചാരിക്കുക. ഓട്ടോമാറ്റിക്കലി പോലീസുകാരെന്ത് ചെയ്യുന്നു? ആ പ്രദേശം മൊത്തം കണ്ടെയ്ൻമെൻറ്റ് സോണാക്കും. ആദ്യം ആ പഞ്ചായത്ത് മൊത്തമായിരുന്നു, പിന്നെ ആ വാർഡ് മൊത്തം. ഇപ്പോൾ ആ രോഗിയുള്ള വീടിന് ചുറ്റുമുള്ള വീടുകളും ആ പ്രദേശങ്ങളും നമ്മുടെ കണ്ടെയ്ൻമെൻറ്റ് സോണാക്കി വളരെയധികം ബുദ്ധിമുട്ട്. അവിടുന്ന് ആൾക്കാർക്ക് പുറത്തോട്ട് പോകാൻ നിൽക്കുന്നില്ല, അവിടേക്ക് ആൾക്കാർക്ക് വരാൻ നിൽക്കുന്നില്ല. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ. അപ്പം നോക്കിയേ, ഒരാൾക്കൊരു ബുദ്ധിമുട്ട് വന്നപ്പോൾ പ്രശ്നം എന്താ ഉണ്ടായത്? ആ പ്രദേശത്തുള്ള മറ്റു പലർക്കും അതിൻ്റെ ബുദ്ധിമുട്ടുകളുണ്ടാകുന്നു. പലർക്കും ബുദ്ധിമുട്ടുകളുണ്ടാകും. ഇതാണ് നമ്മുടെ ഈ കവിതയുടെ ഒന്നാമത്തെ ഭാഗത്തിൻ്റെ ആശയം. നോക്കിയേ, यदि तो हमारे हम किसी को कोई अकाल पड़ जाते तो किसी को अकाल पड़ जाता तो उसकी हानि तो उसके साथ कितने लोग हैं, कितने प्राणी हैं, सबको सब पर उसका बुरा प्रभाव पड़ता है. എവിടെയെങ്കിലും ഒരു ക്ഷാമം ഉണ്ടാകുമ്പോൾ ആ ക്ഷാമം ഉണ്ടാകുന്ന വ്യക്തിക്ക് മാത്രമല്ല, ആ വ്യക്തിക്ക് ചുറ്റുപാടുമുള്ള എല്ലാ വ്യക്തികൾക്കും, എല്ലാ സർവ്വചരാചരങ്ങൾക്കും അതിൻ്റെ ദുഷ്പ്രഭാവം ഉണ്ടാകുന്നു. ഇതാണ് നാം രണ്ടാമത്തെ ഭാഗത്ത് പറയുന്നതാണ്. നമുക്ക് എവിടെയെങ്കിലും ഒരു സമൃദ്ധി ഉണ്ടാകുമ്പോൾ കേവലം നമുക്ക് മാത്രമല്ല സമൃദ്ധി ഉണ്ടാകുക, ആ നമ്മളുമായിട്ട് ബന്ധപ്പെട്ട എല്ലാവർക്കും ആ സമൃദ്ധിയുടെ സൽഫലങ്ങളെ ഉണ്ടാകും. ഇതാണ് കവിതയുടെ ആശയം. നോക്കി, അപ്പം നമുക്ക് ഈ കവിത പഠിക്കുന്നതിലൂടെ നമ്മളുടെ സ്വായത്തമാക്കേണ്ട മൂല്യം ഇതാണ്. എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? മറ്റുള്ളവരുടെ നന്മ ആഗ്രഹിക്കണം. മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി നമ്മളെ കഴിയുന്ന രീതിയിൽ നമ്മൾ പരിശ്രമിക്കണം. അങ്ങനെ ഉണ്ടാകുമ്പോൾ എന്താണ്? ആ മറ്റുള്ളവർക്ക് നന്മ ഉണ്ടാകുമ്പോൾ അയാളുടെ ചുറ്റുപാടുമുള്ള എല്ലാവർക്കും ആ നന്മയുടെ ഫലമുണ്ടാകുന്നു. നമുക്കൊരാൾക്ക് ഒരു ദുഃഖമുണ്ടാകുമ്പോൾ, ദാരിദ്ര്യമുണ്ടാകുമ്പോൾ, ക്ഷാമം ഉണ്ടാകുമ്പോൾ നമുക്കൊരു വ്യക്തിക്ക് മാത്രമല്ല, അയാളുമായിട്ട് അടുത്തുള്ള എല്ലാവർക്കും അതിൻ്റെ ആ ദുഷ്പ്രഭാവം ഉണ്ടാവും. ഇതാണ് കവിതയുടെ ആശയം. നമുക്കൊന്ന് നോക്കാം. अकाल और उसके बाद नागार्जुन नामक आधुनिक कवि की एक छोटी सी കവിത, വളരെ ചെറിയൊരു കവിതയാണ്. 8 ലൈനുകൾ മാത്രമേ ഉള്ളൂ ഈ കവിതയുടെ. പക്ഷേ ഇതിൻ്റെ ആശയം വളരെ വലുതാണ്. നോക്കിയേ, കई दिनों तक चूल्हा रोया चक्की रही उदास, कई दिनों तक कहानी कुतिया सोई उनके पास, कई दिनों तक लगी भीत पर छिपकलियों की गश्त, कई दिनों तक चूहों की भी हाल रही शिकस्त. 4 ലൈനുകളാണ്. വെറും 4 വരികളിലൂടെ കവി വലിയൊരു ആശയമാണ്, വലിയൊരു സന്ദേശമാണ് നമുക്ക് നോക്കിയേ.
കൈ ദിനോം തക് ചൂല രോയ. ചൂല മീൻസ് ക്യാ ഹെ? ചൂല. ചൂല മീൻസ് അടുപ്പ്. എന്താ? അടുപ്പ്. അടുപ്പ് കരയുന്നു. അടുപ്പിന് വിഷമമോ? പല ദിനങ്ങളായിട്ട് അടുപ്പിന് വിഷമം. അടുപ്പ് കരയുന്നു. ചക്കി രഹി ഉദാസ്. ചക്കി എന്ന് പറഞ്ഞാൽ എന്നാണെന്നറിയോ? നമ്മുടെ ഉത്തരേന്ത്യൻ ശൈലിയിൽ, ഉത്തരേന്ത്യൻ ഭാഗത്തൊക്കെ ധാന്യങ്ങൾ പൊടിക്കുവാൻ ഉപയോഗിക്കുന്ന കല്ലിനാണ് പറയുന്നത് ചക്കി എന്ന് പറയുന്നത്. ചക്കി എന്ന് പറയുന്നത്. ഓക്കെ, ധാന്യങ്ങൾ പൊടിക്കാൻ ഉപയോഗിക്കുന്ന കല്ലുകൾക്കാണ് ഉപയോഗിക്കുന്നത്. പണ്ടൊക്കെ അത് കല്ലുകളും ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് ഇപ്പം നമുക്കിപ്പോൾ അറിയാം, നമ്മുടെ ഇവിടെയൊക്കെ ഈ അരിയും ഗോതമ്പൊക്കെ പൊടിപ്പിക്കുന്ന മില്ലുകളൊക്കെ ഉണ്ട്, ഫെർട്ടിലൈസർ മില്ലുകളെ. അപ്പോൾ അതിന് മുമ്പുള്ള ഒരു ശൈലിയാണ് ഈ ചക്കിയിലാണ് ഇത് പൊടിച്ചുകൊണ്ടിരുന്നത്. അപ്പം നോക്കാം. കൈ ദിനോം സേ ചൂലാരോ, കൈ ദിനോം തക് ചൂലാരോയ. പല ദിവസങ്ങളായിട്ട് എന്ത് ചെയ്യുന്നു? അടുപ്പ് കരയുന്നു. അടുപ്പ് കരയാനുള്ള കാരണം, അടുപ്പിൻ്റെ വിഷമം എന്താ? അടുപ്പിൻ്റെ വിഷമം. അടുപ്പ് എന്തിനാണ് കരയുന്നത്? നമുക്കൊക്കെ എന്താണ് നമ്മൾ കരയുന്നത്? നമുക്ക് എന്തിൻ്റെയെങ്കിലും കുറവുണ്ടാകുമ്പോഴാണ് നമ്മൾ കരയുന്നത്, വിഷമിക്കുന്നത്, അല്ലേ? അടുപ്പിന് എന്താ കുറവുള്ളത്? അടുപ്പിൻ്റെ കുറവ് എന്തിൻ്റെ കുറവായിരിക്കും? അടുപ്പിൻ്റെ കുറവ് തീയുടെ കുറവ്. തീയുടെ കുറവ് കൊണ്ട് അടുപ്പ് കരയുന്നു. തീയുടെ കുറവ് എന്തുകൊണ്ടാണ് ഉണ്ടായത്? ക്ഷാമമായതുകൊണ്ട് അടുപ്പിൽ വെക്കാനൊന്നുമില്ല, പിന്നെ ചുമ്മാ തീ കത്തിക്കുമായിരിക്കും. അപ്പം कई दिनों से चूल्हा रोया, इसका मतलब क्या है? कई दिनों से रसोई में खाना पकाता नहीं. പല ദിവസങ്ങളായിട്ട് അടുക്കളയിൽ ആഹാരം പാകം ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് ആര് കരയുന്നത്? അടുപ്പിൻ്റെ ആവശ്യം എന്താണ്? തീ വേണമെന്നുള്ളതാണ്. ആ തീ ഉണ്ടാകാത്തതിൻ്റെ കാര്യം എന്താ? ക്ഷാമമായതുകൊണ്ട്. അതുകൊണ്ട് അടുപ്പ് കരയുന്നു. ചക്കി രഹി ഉദാസ്. ധാന്യങ്ങൾ പൊടിക്കുന്ന കല്ല് കൈ ദിനോം സേ ഉദാസ് ഹോ രഹാ ഹെ. കൈ ദിനോം സേ ഉദാസ് ഹോ രഹാ ഹെ. പല ദിവസങ്ങളായിട്ട് ഉദാസമായിട്ടിരിക്കുക എന്ന് പറയുന്ന പൊടിക്കാനൊന്നുമില്ല. ചുമ്മാ നമ്മൾ കല്ലിട്ട് പൊടിക്കുമോ? ചുമ്മാ ആരെങ്കിലും മില്ലോൺ ചെയ്തിട്ടുണ്ടല്ലോ, എന്തെങ്കിലും പൊടിക്കാനുണ്ടെങ്കിൽ മാത്രമല്ലേ മില്ലോൺ ചെയ്തിട്ടുള്ളൂ എന്ന് പറയുന്നത് പോലെ ധാന്യങ്ങൾ പൊടിക്കാനൊന്നുമില്ലാത്തത് കൊണ്ട് ധാന്യങ്ങൾ പൊടിക്കുന്ന പൊടിക്കല്ല് അല്ലെങ്കിൽ പൊടിക്കുന്ന ആ കല്ല് उदास हो रही है. इसका मतलब क्या है? कई दिनों से उस घर में खाना नहीं है. कई दिनों से उस घर में अकाल ही है. ഈ അകാൽ ആ ദാരിദ്ര്യമായതുകൊണ്ട് ആ വീട്ടിലെ രണ്ടംഗങ്ങളാണ്, ഒന്ന് അടുപ്പും ഒന്ന് ചക്കിക്കല്ലും. ഈ രണ്ട് കല്ലിനും, രണ്ട് സാധനങ്ങൾക്കും എന്താണ് നിരാശയും ബുദ്ധിമുട്ടുമാണ്. നോക്കി. कई दिनों तक कानी कुतिया सोई उनके पास. कई दिनों से कुतिया उस चूल्हे के पास, उस चाकी के निकट खड़े होकर सो रही है. तो कुतिया को खाने के लिए कुछ नहीं है. പട്ടിക്കും കഴിക്കാനൊന്നുമില്ല. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? അതിങ്ങനെ വിശന്ന് തളർന്ന് ഇതിന് ചുറ്റും കിടക്കുകയാണ്. നോക്കിയേ. कई दिनों तक लगी भीत पर छिपकलियों की गश्त. कई दिनों से छिपकलियाँ മീൻസ് പല്ലികൾ ഇങ്ങനെ ഭിത്തിയെ കൂടെ പാഞ്ഞ് നടക്കുക. കാരണം യാതൊന്നും കഴിക്കാനില്ല. ഭിത്തിയിലല്ല പ്രാണികൾ വല്ല വരുവാണെങ്കിൽ അതിനെ തിന്നുവാനായിട്ട് എന്താണ് ഈ ഭിത്തിയിലൂടെ ആരോടി നടക്കുന്നു? പല്ലികളെ ഓടി നടക്കുക. നോക്കിയേ. കൈ ദിനോം തക് ചൂഹോं की भी हालत रही शिकस्त. कई दिनों तक चूहों को भी खाने के लिए कुछ नहीं है. माना चूहों का भी अवस्था बिल्कुल बुरी हो गई. चूहों की हालत बहुत बुरी हो गई. चूहों को भी खाने के लिए कुछ नहीं मिलता है. इसलिए चूहों की भी अवस्था हालत बहुत बुरी लगती है. അപ്പം നോക്കിയേ, ഒരു വീട്ടിൽ ക്ഷാമമുണ്ടായപ്പോൾ എത്രയോ പേർക്ക് അതിൻ്റെ ബുദ്ധിമുട്ടുണ്ടായത്. ആ വീട്ടിലെ അടുപ്പിന് ബുദ്ധിമുട്ട്, ധാന്യങ്ങൾ പൊടിക്കുന്ന കല്ലിന് ബുദ്ധിമുട്ട്, ആ വീട്ടിലെ വളർത്തുമൃഗമായ പട്ടിക്ക് ബുദ്ധിമുട്ട്, ആ വീട്ടിലെ വേസ്റ്റുകൾ അല്ലെങ്കിൽ അവശിഷ്ടങ്ങൾ കൊണ്ട് സുഭിക്ഷമായിട്ട് കഴിഞ്ഞിരുന്ന പല്ലികൾക്ക് ബുദ്ധിമുട്ട്, ആ വീട്ടിലെ എന്തെങ്കിലുമൊക്കെ ആഹാര പദാർത്ഥങ്ങൾ കിട്ടിക്കൊണ്ടിരുന്ന എലികൾക്ക് ബുദ്ധിമുട്ട്, ഇങ്ങനെ എല്ലാവർക്കും ബുദ്ധിമുട്ട്. അപ്പം നോക്കി, ഒരു വീട്ടിൽ ക്ഷാമമുണ്ടായപ്പോൾ ആ വീടിന് ചുറ്റുപാടുമുള്ള സർവ്വചരാചരങ്ങൾക്കും ആ ക്ഷാമത്തിൻ്റെ ദുഷ്പ്രഭാവം ഉണ്ടാകുന്നു. ഇനി നോക്കിയേ, സമൃദ്ധി ഉണ്ടാകുമ്പോഴെന്താ നോക്കിയേ,
दाने आए घर के अंदर कई दिनों के बाद. तो अकाल के बाद उस घर पर സമൃദ്ധിയായി, ഉസ് ഘർ पर സമൃദ്ധിയായി. ക്ഷാമത്തിന് ശേഷം, ദാരിദ്ര്യത്തിന് ശേഷം, പട്ടിണിക്ക് ശേഷം ആ വീട്ടിൽ സമൃദ്ധിയായി വന്നു. അപ്പോൾ നോക്കിയേ, ദാനയായ ധാരാളം ധാന്യങ്ങൾ ആ വീട്ടിലേക്ക് വന്നു. സമൃദ്ധി വന്നപ്പോൾ ധാന്യങ്ങൾ കടന്നു വന്നു. നോക്കിയേ, धुआं उठा आंगन से ऊपर कई दिनों के बाद घर की रसोई से धुआं ऊपर उड़ने लगा. എന്ത് ചെയ്തു? ആ വീടിൻ്റെ അടുക്കളയിൽ നിന്ന് പുകപടലങ്ങൾ മുകളിലേക്ക് പൊങ്ങുവാൻ തുടങ്ങി. എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അടുപ്പിൽ തീ കത്തിക്കാൻ തുടങ്ങി. അടുപ്പിനും സന്തോഷമായി. നോക്കിയേ, चमक उड़ी घर भर की आंखें कई दिनों के बाद उस घर में जितने प्राणी हैं सब प्राणी की आंखें चमकने लगती. എന്ത് ചെയ്തു? ആ വീട്ടിൽ എന്തുമാത്രം പ്രാണികളുണ്ടായിരുന്നു വിചാരിക്കുക. മനുഷ്യരായിക്കോട്ടെ, മൃഗങ്ങളായിക്കോട്ടെ, ആ വീടുമായിട്ട് ബന്ധപ്പെട്ട എന്തുമാത്രം പ്രാണികളുണ്ടായിരുന്നോ ആ പ്രാണികളെല്ലാവരുടെയും കണ്ണുകൾ തിളങ്ങുവാൻ തുടങ്ങി. നമുക്കറിയാം, നമ്മുടെ കണ്ണുകൾ തിളങ്ങുന്നത് എപ്പോഴാണ്? നമുക്ക് സന്തോഷമുണ്ടാകുമ്പോഴാണ് നമ്മളുടെ കണ്ണുകളെ തിളങ്ങുക. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കിയേ, ഇവിടെ ക്ഷാമം മാറി സമൃദ്ധി വന്നു കഴിഞ്ഞപ്പോൾ, വീട്ടിലെ ആഹാരം വെക്കാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? അവിടെ അടുപ്പിന് സന്തോഷമായി, ധാന്യങ്ങൾ പൊടിക്കുന്ന ചക്കിക്കല്ലിന് സന്തോഷമായി, എലികൾക്ക് സന്തോഷമായി, പിന്നെ പട്ടിക്ക് സന്തോഷമായി, പിന്നെ നമ്മുടെ പല്ലികൾക്ക് സന്തോഷമായി. എല്ലാവരുടെയും കണ്ണുകൾ പ്രകാശിക്കാൻ തുടങ്ങി. എന്ന് പറഞ്ഞതിനർത്ഥം എല്ലാവർക്കും സന്തോഷം ഉണ്ടാകാൻ തുടങ്ങി. കൗവേനെ ഖുജലായി പാങ്കേ കൈ ദിനോക്കെ ബാദ്. അവിടെ കാക്കകൾ വന്ന് ആ ചുറ്റുപാട് ചുമ്മാ നോക്കി പോകുമായിരുന്നു ക്ഷാമത്തിൻ്റെ സമയത്ത്. ഇപ്പോഴോ ഇഷ്ടംപോലെ ആഹാരമായി. മനുഷ്യൻ ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്തു? ഉണ്ടാവിച്ച് വേസ്റ്റെല്ലാം പുറത്തേക്ക് നമ്മളെറിയും, അല്ലേ നമ്മളെ വേസ്റ്റ് കുഴിയിലോട്ടിടും. അപ്പോഴെന്ത് ചെയ്തു? കാക്കകൾ വന്ന് അതെല്ലാം വന്ന് തിന്നും. തിന്ന് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും? ചുണ്ടൊക്കെ തെങ്ങി, അല്ലേ, നിങ്ങൾ കണ്ടിട്ടില്ലേ? ഇങ്ങനെ ചിറകിലിൻ്റെ ഇടയിലോട്ടെ ഈ ചുണ്ടുകളൊക്കെ എന്ത് ചെയ്യും? ഈ ചിറകുകളൊക്കെ കൊത്തിമിനുക്കുകയും ആ ചുണ്ടുകളൊക്കെ വൃത്തിയാക്കാനും തുടങ്ങി സന്തോഷം കൊണ്ട്. കാരണം എന്നാ? അപ്പം അതിന് ആഹാരം വളരെ നാളുകൾക്ക് ശേഷം നോക്കി കുജലായി പാങ്കയും അതിൻ്റെ ചിറകുകളെല്ലാം എന്ത് ചെയ്യാൻ? കൊത്തി മിനുക്കുവാനായിട്ട് തുടങ്ങി, വൃത്തിയാക്കുവാനായിട്ട് തുടങ്ങി. എന്താ? കൈ ദിനോं के बाद अकाल के बाद समृद्धि आने पर सभी लोग सभी प्राणी बहुत ഖുഷ് ഹോനെ ലഗ്തെ. സന്തോഷം കൊണ്ട് സന്തോഷവാന്മാരായി തുടങ്ങി. അപ്പോൾ ഇതേപോലെ നമ്മുടെ ഈ കവിതയുടെ ആശയം ഇതാണ്. ഒരിടത്തൊരു ക്ഷാമം ഉണ്ടാകുമ്പോൾ ആ വീട്ടിൽ മാത്രമല്ല, ആ വീട്ടിലെ വ്യക്തികൾക്ക് മാത്രമല്ല, ആ വീടുമായിട്ട് ബന്ധപ്പെട്ട് ചുറ്റുപാടുമുള്ള എല്ലാവർക്കും ആ ക്ഷാമത്തിൻ്റെ ദുഷ്പ്രഭാവം ഉണ്ടാകുന്നു. ഒരിടത്തൊരു സമൃദ്ധി ഉണ്ടാകുമ്പോൾ കേവലം ആ വീട്ടുകാർക്ക് മാത്രമല്ല, അവിടെയുള്ള അംഗങ്ങൾക്ക് മാത്രമല്ല, അതുമായിട്ട് ചുറ്റിപ്പറ്റി നിൽക്കുന്ന എല്ലാവർക്കും ആ സമൃദ്ധിയുടെ ഫലം കിട്ടുകയും ചെയ്യുന്നു. അതുകൊണ്ട് ഈ കവിത പഠിക്കുന്നതിലൂടെ നമുക്ക് കിട്ടേണ്ട ആശയം ഇതാണ്: നാം എപ്പോഴും നമുക്ക് ചുറ്റുപാടുമുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി നമ്മൾ ആഗ്രഹിക്കുകയും അതിനുവേണ്ടി നമ്മൾ പരിശ്രമിക്കുകയും ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അയാൾക്കുണ്ടാകുന്ന സമൃദ്ധിയുടെ ഫലം അറിയാതെ തന്നെ നമ്മളിലേക്കും അയാൾക്ക് ചുറ്റുപാടുമുള്ള എല്ലാവരിലേക്കും ഉണ്ടാകുന്നു. ഇതാണ് കവിതയുടെ ആശയം. ഇവിടെ നമുക്ക് ഒരു 4-5 പഠന പ്രവർത്തനങ്ങൾക്ക് വേണ്ട ചില കാര്യങ്ങൾ തന്നിട്ടുണ്ട്. ഒന്നാമത് നോക്കി, കൈ ദിനോം തക് ചൂല രോയ ചക്കി രഹി ഉദാസ്, കൈ ദിനോം തക് കാനി കുത്തിയ സോയി ഉൻകെ പാസ്. ഇവിടെ ചൂല രോന और ചക്കി കാ ഉദാസ് രഹിന കാ മതലബ് ക്യാ ഹെ? നമ്മുടെ പാഠപുസ്തകത്തിൽ, നമ്മുടെ പരീക്ഷാ പേപ്പറിൽ എപ്പോഴെങ്കിലും ഇസ്കാ മതലബ് ക്യാ ഹെ നോക്കിയേ, മതലബ് ക്യാ ഹെ, താത്പര്യ ക്യാ ഹെ എന്നൊക്കെ പറഞ്ഞ ചോദ്യങ്ങൾ വരും. ഈ ചോദ്യങ്ങൾ വരുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്: അതിൻ്റെ ഇന്നർ മീനിങ് എന്താണെന്നാണ്, അതിൻ്റെ ആന്തരിക അർത്ഥം എന്താണെന്നുള്ളതാണ് ചോദ്യം. മതലബ് ഇപ്പം നോക്കിയേ, ചൂലാലോയ അടുപ്പ് കരയുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്നാ?
അടുപ്പ് എന്തിനാണ് കരയുന്നത്? അടുപ്പിന് ആവശ്യം എന്താണ്? തീയാണ്. അടുപ്പിന് തീയാണ് ആവശ്യം. തീ ഇല്ലാത്തത് കൊണ്ട് അടുപ്പ് ദുഃഖിതമാകുന്നു. ചക്കി ഉദാസീന, കല്ല് ഉദാസീനമാണ്. ധാന്യങ്ങൾ പൊടിക്കുന്ന കല്ല് ഉദാസീനമാകുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? അതിൻ്റെ അർത്ഥം എന്താക്കുക? അതായത് ആ വീട്ടിലെ ക്ഷാമമായതിനാൽ ധാന്യങ്ങൾ പൊടിക്കുവാനായിട്ട് അതിൻ്റെ ഉപയോഗമില്ലാത്തതിനാൽ അതിങ്ങനെ എന്ത് ചെയ്തു? മടി പിടിച്ച് തളർന്നു കിടക്കുന്നു. ഇതർത്ഥം. മനസ്സിലായി? പിന്നെ കൈ ദിനോം തക് ലഗി ഭീത് പർ ചിക്പലിയോം കി ഗസ്ത് കൈ ദിനോം തക് ചൂഹോം കി ഭി ഹാലത് രഹി സിഗസ് ഇൻ പക്തിയോം കി പക്തിയാം കിസ് കാലത്ത് കി ഓർ ഇഷാര കർത്തി ഹൈ. ഏത് അവസ്ഥയെ പറ്റിയാണ് അതിന് വിരൽ ചൂണ്ടുന്നത്? ഏത് സൂചന നൽകുന്നത്? ഏതവസ്ഥയെ പറ്റിയ? ക്ഷാമം ഉണ്ടാകുമ്പോൾ എന്താണ്? ക്ഷാമത്തിൻ്റെ അവസ്ഥയെപ്പറ്റി സൂചിപ്പിക്കുന്നു. ഒരിടത്ത് ക്ഷാമം ഉണ്ടാകുമ്പോൾ അതിന് ചുറ്റുപാടുമുള്ള എല്ലാ സർവ്വചരാചരങ്ങൾക്കും അതിൻ്റെ ദുഷ്പ്രഭാവം ഉണ്ടാകുന്നു. दाने आए घर के अंदर कई दिनों के बाद धुआं उड़ा आंगन से ऊपर कई दिनों के बाद इन पंक्तियों से कवि क्या कहना चाहते हैं? നോക്കിയോ, എന്താണ് ആ കവി ആ ഒരു വരികളിലൂടെ കവി അർത്ഥമാക്കുന്നത്? എന്താ? അതായത് സമൃദ്ധി ഉണ്ടാകുമ്പോൾ എല്ലാവർക്കും സന്തോഷമാകുന്നു. ആ സമൃദ്ധി ഉണ്ടാകുമ്പോൾ ആ വ്യക്തിക്ക് മാത്രമല്ല, അല്ലെങ്കിൽ ആ ഒരു കുടുംബത്തിന് മാത്രമല്ല, ആ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാവർക്കും സമൃദ്ധിയുടെ സൽഫലങ്ങളെ ഉണ്ടാകുന്നു. ഇതാണ് തന്നിരിക്കുന്ന ആശയങ്ങൾ. നോക്കി, ഇവിടെ ഒരു ചെറിയൊരു ഡയഗ്രാം തന്നിട്ടുണ്ട്. ദാരിദ്ര്യം ഉണ്ടാകുമ്പോൾ എന്തെല്ലാമാണ് ചെയ്യേണ്ടതെന്നും ദാരിദ്ര്യത്തിന് ശേഷം എന്തെല്ലാമാണ് ചെയ്യേണ്ടതെന്നുള്ള രീതി ഇവിടെ തന്നിട്ടുണ്ട്. അതൊക്കെ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഇതിൻ്റെ നോട്ട്സ് അടുത്ത ദിവസം നിങ്ങളുടെ വാട്സപ്പിൽ വരുന്നതായിരിക്കും. ആ നോട്ട്സ് നിങ്ങൾ എഴുതിയെടുക്കുക. ഏതെങ്കിലും സംശയമുണ്ടെങ്കിൽ എന്നെയോ നമ്മളുടെ ജിനി ടീച്ചറിനെയോ വിളിച്ച് നിങ്ങളുടെ ആ സംശയത്തിന് നിവാരണം വരുത്തുകയും ചെയ്യുക. എന്തെങ്കിലും മനസ്സിലാകാഴിയുണ്ടെങ്കിൽ ഞങ്ങൾ രണ്ടുപേരിൽ ആരെയെങ്കിലും വിളിക്കുക. നിങ്ങളുടെ സംശയങ്ങളെ ദൂരീകരിക്കുവാനായിട്ട് പരിശ്രമിക്കുന്നതായിരിക്കും. അച്ഛാ, ധന്യവാദം.